ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുരക്കിഴങ്ങും ചിക്കനും കൂടിയുള്ള അടിപൊളി റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മധുരക്കിഴങ്ങും ചിക്കനും കൂടിയുള്ള റെസിപ്പി എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ മധുരക്കിഴങ്ങ് മുഴുവനോട് കൂടിയാണ് ഇടുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ചിക്കൻ പീസും ആയിരിക്കണം. അപ്പോൾ ചെറിയ ചെറിയ മധുരക്കിഴങ്ങ് നോക്കി നമുക്ക് സെലക്ട് ചെയ്തെടുക്കുക. കാരണം അപ്പോൾ എന്നാലേ നമുക്കിത് മുഴുവനോട് കൂടി ഇടാൻ പറ്റുള്ളൂ. പീസാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഞാൻ കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. കട്ട് ചെയ്യേണ്ട, വരഞ്ഞു കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും മസാലയൊക്കെ കയറി നല്ല ടേസ്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ വലിയ മധുരക്കിഴങ്ങാണ് എടുക്കുന്നത് എങ്കിൽ കട്ട് ചെയ്ത് ഇടാം. പക്ഷേ ഇതാണ് നല്ലത്. വലിയ മധുരക്കിഴങ്ങിനാകുമ്പോൾ കുറച്ചുകൂടി മധുരം കൂടുതലായിരിക്കും. അപ്പോൾ ഓവറായിട്ടുള്ള മധുരം വേണ്ട, ഒരു നേരിയ മധുരപ്പ് മതി. അതുകൊണ്ട് ചെറിയ ചെറിയ മധുരക്കിഴങ്ങ് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കത് കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള 4 എണ്ണം, പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വേപ്പില, ഇത്രയും നമുക്ക് വേണം. പിന്നെ 2 തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കൊരു അല്പം ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടേക്കണത് കൊണ്ട് നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചില്ലി ഫ്ലേക്സ് ആണ് ഈ കറിക്ക് ടേസ്റ്റ്. പക്ഷെ കളർ കുറവായിരിക്കും ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത്. എന്നിട്ട് കരിയാതെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ 2 തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ല ഗ്രേവിയോട് കൂടിയൊരു കറിയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 സ്പൂൺ വിനീഗറും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കുക. ഇതിന് മേലെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഗ്രേവിക്ക് ലെവലായിട്ട് നമുക്ക് ചിക്കനും മധുരക്കിഴങ്ങും ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം മൂടി വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് വെള്ളം ആ മൂടിയുടെ മേലെ ഒഴിച്ചു കൊടുക്കണം. ചട്ടിയുടെ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കിതിന് മൂടി വയ്ക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് ഈ മൂടിയുടെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം നല്ലതുപോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ. അതുപോലെ തന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു മധുരക്കിഴങ്ങെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും അതായത് മധുരക്കിഴങ്ങും ചിക്കനും കൂടിയുള്ള നമ്മുടെ അടിപൊളി കറി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായൊരു റെസിപ്പിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാതിരിക്കരുത്. മധുരക്കിഴങ്ങൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.